പ്രിയപ്പെട്ടവരെ, ട്രെയിൻ യാത്രയ്ക്കിടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ ബാഗും പണവും മോഷ്ടിച്ചു. കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലെ സമസ്തിപൂരിലേക്ക് പോകും വഴിക്കായിരുന്നു മോഷണം. 40,000 രൂപയും മൊബൈൽ ഫോണും സ്വർണ്ണാഭരണവും വസ്ത്രവും നഷ്ടമായിട്ടുണ്ട്. പി ആർ സുനിൽ, ഞാനിപ്പോൾ ശ്രീമതി ടീച്ചറുണ്ട്. ടീച്ചറെ നമസ്കാരം. എന്താ സംഭവിച്ചത് ടീച്ചർ? നമസ്കാരം. ഓ, ഇപ്പൊ ടീച്ചർ എവിടെയാ ഉള്ളത്? ബീഹാറിലെത്തിയോ? ഞാനിപ്പോ ഇവിടെ ദർസിംഗ് സരായ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ദർസിംഗ് സരായ് സമസ്തിപൂരിന്റെ തൊട്ട് ബാക്കിലുള്ള സ്റ്റേഷനാണ് ദർസിംഗ് സരായ്. ഞങ്ങള് സമസ്തിപൂർ എന്ന് പറഞ്ഞു, അത് പ്രധാനപ്പെട്ട ടൗണാണ്. ഞങ്ങളുടെ സമ്മേളനം ദർസിംഗ് സരായ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 6 o'clock, ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും എന്റെ തലയുടെ തൊട്ട് അടുത്ത് സെക്കൻഡ് AC-യിൽ ഞാനും ലോവർ ബർത്ത് ഓപ്പോസിറ്റില് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി മറിയം ധാവളയും ഉണ്ടായിരുന്നു. 2 പേരുണ്ട്. അപ്പോ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും തലയുടെ തൊട്ടടുത്തായിട്ട് മുകളിൽ വെച്ചതാണ്. അതിന്റെ സൈഡ് പോക്കറ്റില് രാത്രി കിടക്കുമ്പോ മൊബൈലൊക്കെ നോക്കി അവസാനം മൊബൈലും കണ്ണടയും കൂടി വെച്ച് ബാഗിന്റെ മേലെ എന്റെ ഷോള് അവിടെ ബാഗ് മറക്കാൻ വേണ്ടി വെച്ചിരുന്നു. വെറുതെ ബാഗ് ഈ സീറ്റിന്റെ മുകളിൽ തന്നെയല്ലേ വെച്ചത്, തല വയ്ക്കുന്ന ഭാഗത്ത്? അല്ല, ഞാൻ കിടക്കുന്ന ലോവർ ബർത്തിന്റെ തലയുടെ അടുത്ത്. പക്ഷെ ഞാൻ ഉറങ്ങുമ്പോ ആരോ അത് എടുത്തു കൊണ്ടുപോയി. അത് സീറ്റിന്റെ അടിയിലല്ല, സീറ്റിന്റെ മറ്റേ അല്ല, സീറ്റിന്റെ അടിയിലല്ല, ഞാൻ കിടക്കുന്ന എന്റെ തലയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഞാൻ വെച്ചത്. ഞങ്ങൾ 2 പേരും അങ്ങനെ തന്നെയാണ് വെച്ചത്. ഓ, അത് ശരി. രാത്രിയിൽ എപ്പോഴും ആയിരിക്കണം അല്ലേ? രാത്രി ഏത് സമയത്താണെന്ന് അറിയില്ല, എങ്കിലും ഒരു 4 മണിക്ക് ശേഷം ആയിരിക്കണം. ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉറങ്ങിപ്പോയത്. 5 o'clock. ടീച്ചർ കൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അല്ലേ? കൽക്കത്തയിൽ നിന്ന് ഇവിടെ ദർസിംഗ് സരായ് എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ വേണ്ടി ഞങ്ങളുടെ ട്രെയിനിൽ കയറിയതാണ് ഇന്നലെ 8 മണിക്ക്. അപ്പോ പിന്നെ 7 മണിക്കാണ് എത്തേണ്ടത്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ അറിഞ്ഞു. അപ്പോ ഒരു പ്രത്യേക സ്റ്റേഷൻ എന്താ പറഞ്ഞത് അറിയാം? എന്ത് സ്റ്റേഷനാണ്? വിച്ച് സ്റ്റേഷൻ ഇറ്റ് വാസ്? ലക്കി സരായ് എന്ന് പറയുന്ന സ്റ്റേഷന് മുൻപാണ് ഞങ്ങൾ അറിഞ്ഞത്. അതായത് ഫോണും പോയി, കുറച്ച് പൈസയും പോയിട്ടുണ്ട്, കുറച്ച് സ്വർണം പോയെന്ന് തോന്നുന്നു അല്ലേ? മാലയാണോ പോയത്? അല്ല, മാലയൊന്നുമില്ല, മാല ഒന്നും ഉണ്ടായില്ല. എന്റെ ചെറിയ സ്റ്റഡ്സ് ആണ് 2-3 ഉണ്ടായിരുന്നത്. പിന്നെ പേളിന്റെ കുറെ 2-3 അതെല്ലാം വില വളരെ വില കുറഞ്ഞ പിന്നെ വൈറ്റ് സ്റ്റഡ്സ് ഇടക്ക് പെട്ടെന്ന് പോയാൽ പ്രശ്നമായത് അല്ലേ? ഫോണ് മാത്രല്ല, ഫോണും പിന്നെ എന്റെ എല്ലാ ഐഡന്റിറ്റി കാർഡ്, ബാങ്ക് കാർഡ്, മറ്റേ പാർലമെന്റ് കാർഡ്, മിനിസ്റ്റേഴ്സ് ഐഡന്റിറ്റി കാർഡ്, ലോകസഭ ഐഡന്റിറ്റി കാർഡ്, പിന്നെ ബാങ്ക് കാർഡ്, ആധാർ കാർഡ്, വോട്ടിംഗ് ഐഡന്റിറ്റി കാർഡ്, എല്ലാ കാർഡും വാല്യുബിൾ ആയിട്ടുള്ള എന്റെ എല്ലാ. ഡ്രസ് പോയിട്ടുണ്ടോ? ഇല്ല, ഡ്രസ് ബാഗ് ചെറിയ ബാഗാണ് പോയത് അല്ലേ? ചെറിയ ഹാൻഡ് ബാഗ്, കയ്യിലെടുക്കുന്ന ഹാൻഡ് ബാഗ് വളരെ ചെറുതാണ്. അത് ഞാൻ എന്റെ തലയുടെ അടുത്ത് വെച്ചതായിരുന്നു. ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ കയറുമ്പോൾ തന്നെ. ആയിരിക്കാം. ഈ പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ? RPF എന്താ പറയുന്നത്? പോലീസ് എല്ലാം അവിടുന്ന് തന്നെ. ഞാൻ നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ വിളിച്ചു, DGP പിന്നെ അവിടുന്ന് വിളിച്ചു. DGPയുടെ ഡൽഹിയിലും ബീഹാറിലും ഉള്ള SPക്കും എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. ഞങ്ങള് ദർസിംഗ് സരായ് RPFന്റെ പിന്നെ ഓഫീസിൽ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ പോസ്റ്റാണ്, അത്രേ ഉള്ളൂ. ഐഡന്റിറ്റി കാർഡ് തന്നെ കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ശരിയാണ്. എന്തായാലും അത് കഷ്ടമായി പോയി. താങ്ക് യു ടീച്ചർ, താങ്ക് യു. അപ്പോൾ PK ശ്രീമതി ടീച്ചറാണ് നമുക്കൊപ്പം ചേർന്നത്. ഒന്നാലോചിച്ചു, യാത്രയുടെ മധ്യത്തിൽ വെച്ച് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ, പ്രത്യേകിച്ച് ID കാർഡും ഫോണും കൂടെ പോയാണല്ലോ തീർന്നു.